ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മൾ മന്തി വെക്കാൻ പോവുകയാണ്. ബ്രോസ്റ്റഡ് മന്തി ഞങ്ങൾ മന്തി വെക്കും. അതുകൊണ്ട് ഞാൻ എന്തായാലും താഴെ കിടന്ന് ഒരു സബ്സ്ക്രൈബ് ബട്ടണിൽ ഞെക്കുക. അമ്പുട്ടി യൂട്യൂബ് ചാനൽ ആൻഡ് ഇഷാനി യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യം അസിസ്റ്റന്റ് ഷെഫ് ഞങ്ങൾ ഒരു സാധനം എടുക്കും. പാത്രം അവിടെ വയ്ക്കുന്നു. അപ്പൊ ഒരു കുഞ്ഞി പാത്രങ്ങൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് അരി ചെയ്തു. ഇപ്പൊ ഒരു ഇച്ചിരി അരി ഇടാട്ടോ. അത്ര മതി, 1/4 കിലോ മതി. 1/4 കിലോ. അപ്പൊ നമ്മൾ അരി ഇട്ടിട്ടുണ്ട്. ഇനി വേവിക്കാൻ വെക്കാം. അവിടാണ് സ്റ്റവ്. സ്റ്റവ് വയ്ക്കാൻ പോയേക്കാം. ഇനി അപ്പോഴേക്ക് നമുക്ക് ചില്ലിയൊക്കെ അറിയാം. അതെ, അപ്പോഴേക്ക് നീ മസാല പിടിപ്പിക്കും. ഞാൻ ചില്ലി അരിയാൻ പോകട്ടെ. ചില്ലി അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ. ഞാൻ ഉള്ളി അരിയാം. ഇതിനകത്ത് ബീൻസ് ഇടും. ബീൻസ് വേണ്ട, ബീൻസ് മോർണിംഗ് അല്ലേ? യെസ്. ഓക്കെ, ഞാൻ അന്നേരം മസാല ഇടാവേ. അപ്പോൾ ഗൈസ്, നമ്മൾ മസാല ഇട്ട് കഴിഞ്ഞു. നല്ല ബ്രോസ്റ്റഡിനുള്ള കോൺഫ്ലവർ ഒക്കെ ഇട്ടുണ്ട്. ഇത് മാരിനേറ്റ് ആവട്ടെ. ഉള്ളി ഇങ്ങട് പകുതി ഞാൻ ചെയ്യാവേ. അതും കൊണ്ട് കട്ടിങ് കോഡ് ഞാൻ ചെയ്യാൻ തരില്ല. അപ്പോൾ ഇത് ലാസ്റ്റ് ഇങ്ങനെ ആകട്ടെ നമ്മൾ ചെയ്യുമ്പോൾ. അപ്പോൾ ചില്ലി നമ്മൾ അരിയും വേണ്ട. ചില്ലി നമ്മൾ ചില്ലി അരിയാൻ പോവാ. ചില്ലി അപ്പോഴത്തേക്കും ഞാൻ വഴറ്റാൻ പോണേ. ചിക്കൻ ഇരിക്കണമല്ലോ ഇതിനകത്ത്. അപ്പം നമ്മൾ ചില്ലി അരിഞ്ഞു. ഇത് കുരുക്കുരാന്ന് അരിയാം. പകുതി ഉള്ളി ഞാൻ അരിയുന്നു. ഞാൻ 10 മണിക്ക് അപ്പച്ചി അപ്പായനെ അന്വേഷിച്ചായിരുന്നു. ഇത് ഞാൻ ക്യാബേജ് ഒരു പകുതിയായിട്ട് അരിഞ്ഞിട്ട് ഇങ്ങനെ വഴറ്റുവാണേ. അപ്പൊ ഞാൻ പപ്പടം വാങ്ങിയത് എടുക്കാൻ പറഞ്ഞ പപ്പടം എടുത്തിട്ട് വരാമേ. ഞാൻ നല്ലോണം വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി ചില്ലി വേണേ. ചില്ലി നല്ലോണം നല്ലോണം വഴറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ മസാല പപ്പടം വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ കടയിലേക്കുള്ളത് കേട്ടോ. ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇച്ചിരി നല്ലോണം ആക്കിയിട്ടുണ്ടേ, വഴറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ ഇടാം. ചിക്കൻ അല്ലല്ലോ, നമ്മുടെ അരി ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഞാൻ പോയി നോക്കിയിട്ട് വരാം. അപ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു മസാല നമുക്ക് അതിൻ്റെ പുറമെ ഇടാനുള്ളതാണ്. ചിക്കൻ വേണം, മന്തി ഉണ്ടാക്കുമല്ലേ, അതുകൊണ്ട്. അപ്പോൾ നമ്മൾ കുരുകുരാന്നൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചിക്കൻ ഇടുകയാണേ. എന്ന് വെച്ചാൽ 1 കിലോഗ്രാം ചിക്കൻ ഉണ്ട്. ഞങ്ങൾക്ക് കുറേ കിലോഗ്രാം ഉണ്ട്, 5-8 കിലോഗ്രാം ഉണ്ട്. അത് ആകെ 1 കിലോഗ്രാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അതൊക്കെ ഇട്ട് ക്യാബേജ് നമുക്ക് ബർഗറിനകത്തുള്ളതല്ലേ. അങ്ങനെ നമ്മൾ അതിതാ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം ഇച്ചിരി ചിക്കൻ ഇട്ട് ബിരിയാണി അരി കേട്ടോ എന്നിട്ട് റെഡിയാക്കുക. നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ മന്തി റെഡിയായി. ഇനി നമ്മൾ ബ്രോസ്റ്റഡ് പൊരിക്കാൻ പോകുകയാണ്. സ്റ്റൗ ഒക്കെ എടുത്തിട്ടുണ്ട്.
ചിക്കൻ പാവയ്ക്ക വേണ്ടാലോ ഇതിനകത്ത്. സൗണ്ട് കൂടിപ്പോയി. ഇതിനകത്ത് മണ്ണൊക്കെ വെച്ചിരിക്കാന്ന് വേണ്ടാട്ടോ. നമുക്ക് തിരിച്ചിടാട്ടോ. തിരിച്ചിട്ട് എണ്ണ നമ്മൾ എടുത്തിട്ടുണ്ട്. എണ്ണ ഇതിനകത്തില്ലേ? എണ്ണ വേണോ അറിയാൻ? ഇതെണ്ണ വെക്കപ്പോ ഇപ്പൊ എണ്ണ വെക്കാം. ഓക്കെ, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതും കൂടെ വേണം. ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇത് ഇച്ചിരി അടച്ചു വയ്ക്കാമേ. ശരിക്കും വണ്ണം വന്നല്ലോ. ഓക്കെ, ഇപ്പൊ അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നോക്കാം. ഞാൻ അപ്പോഴത്തേക്ക് സ്നാക്സ് ഉണ്ടാക്കാം. നീ അവിടെ പോയി വേവിക്കാം. അപ്പോഴത്തേക്ക് ഞാൻ നല്ലൊരു ഈസി ബർഗർ ഉണ്ടാക്കണേ എങ്ങനെയാണെന്ന് പറയാം. ഇതെടുക്കുമ്പോൾ സൂക്ഷിക്കണല്ലോ. ഇത് കൊണ്ടിട്ട് മുറി. അപ്പോൾ നമ്മുടെ കുഴിമന്തി റെഡിയായി. ഇത് തുറന്ന് നോക്കാം നമുക്ക്. സ്പൂൺ. ഹായ്, നല്ല മണം. അപ്പോൾ നമ്മുടെ കുഴിമന്തി റെഡിയായി കേട്ടോ. കണ്ടോ, നല്ല ആവി വറക്കുന്ന കുഴിമന്തി. എടി ഒരു പണ്ണും കൂടെ വേണമല്ലോ അടി. അത് മതി ഇപ്പൊ. പാറ്റി അടി. കേറില്ലേ? ഞാൻ വെക്കാം മാറി. അപ്പോൾ നമ്മൾ കുഴിമന്തിക്ക് റെഡിയായി. ബർഗർ ഉണ്ടാക്കും കേട്ടോ നമ്മളിപ്പോൾ. ബർഗറല്ല, ബർഗർ പോലത്തെ സാധനം ഞങ്ങളുടെ വീട്ടിലുള്ളത് വെച്ച്. നല്ല രസമുള്ള ബർഗർ. കൊള്ളാമോ? സൂപ്പർ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ, ബൈ ബൈ.